ഹായ് ഫ്രണ്ട്സ്, PSC സ്ട്രൈക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം രസതന്ത്രത്തിലെ ആറ്റം എന്ന ഭാഗമാണ്. ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക ആറ്റം. ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക ആറ്റം. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ഓസ്റ്റ്വാൾഡ്. ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ഓസ്റ്റ്വാൾഡ്. ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത് നീൽസ് ബോർ. അപ്പം ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത് നീൽസ് ബോർ. ബോറിന്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ക്വാണ്ടം തിയറി. ബോറിന്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ക്വാണ്ടം തിയറി. ആദ്യ അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിച്ചത് ജോൺ ഡാൾട്ടൺ. ആദ്യ അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിച്ചത് ജോൺ ഡാൾട്ടൺ. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് റൂദർഫോർഡ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് റൂദർഫോർഡ്. ആറ്റത്തിലെ 3 കണങ്ങളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. അപ്പം ആറ്റത്തിലെ 3 കണങ്ങളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ്. അപ്പോൾ ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക ആറ്റം. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ഓസ്റ്റ്വാൾഡ്. ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത് നീൽസ് ബോർ. ബോറിന്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ക്വാണ്ടം തിയറി. ആദ്യ അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിച്ചത് ജോൺ ഡാൾട്ടൺ. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് റൂദർഫോർഡ്. ആറ്റത്തിലെ 3 കണങ്ങൾ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ്. ന്യൂക്ലിയസിലെ കണങ്ങൾ പ്രോട്ടോണും ന്യൂട്രോണും. ന്യൂക്ലിയസിലെ കണങ്ങൾ പ്രോട്ടോണും ന്യൂട്രോണും. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ന്യൂട്രോൺ. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ന്യൂട്രോൺ. ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ. ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. സൂര്യന് അതിൻ്റെ ഗ്രഹങ്ങൾ പോലെ ന്യൂക്ലിയസിന് ഇലക്ട്രോൺ. സൂര്യന് അതിൻ്റെ ഗ്രഹങ്ങൾ പോലെ ന്യൂക്ലിയസിന് ഇലക്ട്രോൺ. അപ്പം ന്യൂക്ലിയസിലെ കണങ്ങൾ പ്രോട്ടോണും ന്യൂട്രോണും. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ന്യൂട്രോൺ. ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. സൂര്യന് അതിൻ്റെ ഗ്രഹങ്ങൾ പോലെ ന്യൂക്ലിയസിന് ഇലക്ട്രോൺ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം ആണ് അറ്റോമിക നമ്പർ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അറ്റോമിക നമ്പർ. അറ്റോമിക നമ്പറിനെ സൂചിപ്പിക്കുന്ന അക്ഷരം Z. അറ്റോമിക നമ്പറിനെ സൂചിപ്പിക്കുന്ന അക്ഷരം Z. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയാണ് മാസ് നമ്പർ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുക മാസ് നമ്പർ. മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്ന അക്ഷരം A. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത ഓർബിറ്റുകൾ അഥവാ ഷെല്ലുകൾ എന്ന് അറിയപ്പെടുന്നു. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത ഓർബിറ്റുകൾ അഥവാ ഷെല്ലുകൾ എന്ന് അറിയപ്പെടുന്നു. ഒരു ആറ്റം അതിന്റെ ന്യൂക്ലിയസിനേക്കാൾ 10⁵ ഇരട്ടി വലുതായിരിക്കും. ഒരു ആറ്റം അതിന്റെ ന്യൂക്ലിയസിനേക്കാൾ 10⁵ ഇരട്ടി വലുതായിരിക്കും. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകൾക്ക് KLMN എന്നിങ്ങനെയാണ് പേര് നൽകിയിരിക്കുന്നത്. അപ്പം ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകൾക്ക് KLMN എന്നിങ്ങനെയാണ് പേര് നൽകിയിരിക്കുന്നത്. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 2n². ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 2n². ഓരോ ഷെല്ലിനുള്ളിലും കാണപ്പെടുന്ന ഊർജ മേഖലകളാണ് സബ് ഷെല്ലുകൾ. ഓരോ ഷെല്ലിനുള്ളിലും കാണപ്പെടുന്ന ഊർജ മേഖലകളാണ് സബ് ഷെല്ലുകൾ. സബ് ഷെല്ലുകൾക്ക് പേര് നൽകിയിരിക്കുന്നത് SPDF എന്നിങ്ങനെയാണ്. സബ് ഷെല്ലുകൾക്ക് പേര് നൽകിയിരിക്കുന്നത് SPDF എന്നിങ്ങനെയാണ്. 5ാമത്തെ സബ് ഷെൽ G എന്ന് അറിയപ്പെടുന്നു. 5ാമത്തെ സബ് ഷെൽ G എന്ന് അറിയപ്പെടുന്നു. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരു മൂലകത്തിന്റെ ആറ്റങ്ങൾ അറിയപ്പെടുന്നത് ഐസോട്ടോപ്പ്. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പരും ഉള്ള ഒരു മൂലകത്തിന്റെ ആറ്റങ്ങൾ അറിയപ്പെടുന്നത് ഐസോട്ടോപ്പ്.
ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക നമ്പറും ഉള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ അറിയപ്പെടുന്നത് ഐസോബാർ. ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക നമ്പറും ഉള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ അറിയപ്പെടുന്നത് ഐസോബാർ. തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളും ഉള്ള ആറ്റങ്ങൾ അറിയപ്പെടുന്നത് ഐസോട്ടോൺ. തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളും ഉള്ള ആറ്റങ്ങൾ അറിയപ്പെടുന്നത് ഐസോട്ടോൺ. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളാണ് ഐസോമറുകൾ. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളാണ് ഐസോമറുകൾ. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പരും ഉള്ള ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളാണ് ഐസോടോപ്പ്. ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക നമ്പറും ഉള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ് ഐസോബാർ. തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളുമുള്ള ആറ്റങ്ങളാണ് ഐസോട്ടോൺ. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളാണ് ഐസോമറുകൾ. 1 ഗ്രാം ഹൈഡ്രജനിൽ 6.023 × 10⁻23 ആറ്റങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ അവഗാഡ്രോ. 1 ഗ്രാം ഹൈഡ്രജനിൽ 6.023 × 10⁻23 ആറ്റങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ അവഗാഡ്രോ. അവഗാഡ്രോ സംഖ്യ 6.023 × 10⁻23 per mol. അവഗാഡ്രോ സംഖ്യ 6.023 × 10⁻23 per mol. 6.023 × 10⁻23 കണികകളടങ്ങിയ പദാർത്ഥത്തിന്റെ അളവാണ് 1 മോൾ. 6.023 × 10⁻23 കണികകളടങ്ങിയ പദാർത്ഥത്തിന്റെ അളവാണ് 1 മോൾ. അന്താരാഷ്ട്ര മോൾ ദിനം ഒക്ടോബർ 23. അന്താരാഷ്ട്ര മോൾ ദിനം ഒക്ടോബർ 23. 1 മോൾ ആറ്റങ്ങളുടെ മാസ് 1 ഗ്രാം ആറ്റത്തിന്റെ മാസിന് തുല്യമാണ്. 1 മോൾ ആറ്റങ്ങളുടെ മാസ് 1 ഗ്രാം ആറ്റത്തിന്റെ മാസിന് തുല്യമാണ്. 1 ഗ്രാം ഹൈഡ്രജനിൽ 6.023 × 10⁻23 ആറ്റങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ അവഗാഡ്രോ. അവഗാഡ്രോ സംഖ്യ 6.023 × 10⁻23 per mol. 6.023 × 10⁻23 കണികകളടങ്ങിയ പദാർത്ഥത്തിന്റെ അളവാണ് 1 മോൾ. അന്താരാഷ്ട്ര മോൾ ദിനം ഒക്ടോബർ 23. 1 മോൾ ആറ്റങ്ങളുടെ മാസ് 1 ഗ്രാം ആറ്റത്തിന്റെ മാസിന് തുല്യമാണ്. ഒരു വസ്തുവിന്റെയോ അതിന്റെ നിശ്ചിത ഭാഗത്തിന്റെയോ പിണ്ഡവുമായി താരതമ്യം ചെയ്ത് മറ്റു പദാർത്ഥങ്ങളുടെ പിണ്ഡം പ്രസ്താവിക്കുന്ന രീതി ആപേക്ഷിക മാസ്. ഒരു വസ്തുവിന്റെയോ അതിന്റെ നിശ്ചിത ഭാഗത്തിന്റെയോ പിണ്ഡവുമായി താരതമ്യം ചെയ്ത് മറ്റു പദാർത്ഥങ്ങളുടെ പിണ്ഡം പ്രസ്താവിക്കുന്ന രീതി ആപേക്ഷിക മാസ്. ഒരാറ്റത്തിന്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് അറ്റോമിക് മാസ് യൂണിറ്റ്. ഒരാറ്റത്തിന്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് അറ്റോമിക് മാസ് യൂണിറ്റ്. അറ്റോമിക മാസ് യൂണിറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം കാർബൺ -12. അറ്റോമിക് മാസ് യൂണിറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം കാർബൺ -12. അറ്റോമിക മാസ് യൂണിറ്റ് ഇപ്പോൾ അറിയപ്പെടുന്നത് യൂണിഫൈഡ് മാസ്. അറ്റോമിക മാസ് യൂണിറ്റ് ഇപ്പോൾ അറിയപ്പെടുന്നത് യൂണിഫൈഡ് മാസ്. ഒരു വസ്തുവിന്റെയോ അതിന്റെ നിശ്ചിത ഭാഗത്തിന്റെയോ പിണ്ഡവുമായി താരതമ്യം ചെയ്ത് മറ്റു പദാർത്ഥങ്ങളുടെ പിണ്ഡം പ്രസ്താവിക്കുന്ന രീതി ആപേക്ഷിക മാസ്. ഒരാറ്റത്തിന്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് അറ്റോമിക് മാസ് യൂണിറ്റ്. അറ്റോമിക് മാസ് യൂണിറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം കാർബൺ -12. അറ്റോമിക് മാസ് യൂണിറ്റ് ഇപ്പോൾ അറിയപ്പെടുന്നത് യൂണിഫൈഡ് മാസ്. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ്. ഭാരം 1.672 × 10⁻27 kg. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ്. ഭാരം 1.672 × 10⁻27 kg. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ്. ഇലക്ട്രോണിന്റെ ഭാരം 9.1 × 10⁻31 kg. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ്. ഭാരം 9.1 × 10⁻31 kg. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ന്യൂട്രോണിന്റെ ഭാരം
1.676 ഇൻറ്റു 10⁻⁻27 kg. ന്യൂട്രോണിന്റെ ഭാരം 1.676 ഇൻറ്റു 10⁻⁻27 kg. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ്, ഭാരം 1.672 ഇൻറ്റു 10⁻⁻27 kg. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്, ഭാരം 9.1 ഇൻറ്റു 10⁻⁻31 kg. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ന്യൂട്രോണിന്റെ ഭാരം 1.676 ഇൻറ്റു 10⁻⁻27 kg. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് J.J. തോംസൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് J.J. തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. പോസിട്രോൺ കണ്ടുപിടിച്ചത് കോൾ ആൻഡേഴ്സൺ. പോസിട്രോൺ കണ്ടുപിടിച്ചത് കോൾ ആൻഡേഴ്സൺ. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് J.J. തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. പോസിട്രോൺ കണ്ടുപിടിച്ചത് കോൾ ആൻഡേഴ്സൺ. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടുപിടിച്ചത് റൂദർഫോർഡ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടുപിടിച്ചത് റൂദർഫോർഡ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക കണ്ടുപിടിച്ചത് J.J. തോംസൺ. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക കണ്ടുപിടിച്ചത് J.J. തോംസൺ. ആറ്റത്തിന്റെ വേവ് മെക്കാനിക്സ് മാതൃക കണ്ടുപിടിച്ചത് മാക്സ് പ്ലാങ്ക്. ആറ്റത്തിന്റെ വേവ് മെക്കാനിക്സ് മാതൃക കണ്ടുപിടിച്ചത് മാക്സ് പ്ലാങ്ക്. അനിശ്ചിതത്വ സിദ്ധാന്തം കണ്ടുപിടിച്ചത് ഹെയ്സൺബെർഗ്. അനിശ്ചിതത്വ സിദ്ധാന്തം കണ്ടുപിടിച്ചത് ഹെയ്സൺബെർഗ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക റൂദർഫോർഡ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക J.J. തോംസൺ. ആറ്റത്തിന്റെ വേവ് മെക്കാനിക്സ് മാതൃക മാക്സ് പ്ലാങ്ക്. അനിശ്ചിതത്വ സിദ്ധാന്തം ഹെയ്സൺബെർഗ്. അപ്പോൾ ഇന്നത്തെ